ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്താട്ടോ നീള ബോട്ട് ക്ലബ്ബിലേക്ക് ഒന്ന് പോകാമെന്ന്. പുതിയ ഗെയിംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ ഞങ്ങളൊക്കെ കൂടി ഒന്ന് പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കലാമണ്ഡലം കണ്ടത്. അപ്പോൾ അവിടെ തൊട്ടടുത്താണല്ലോ വെച്ച് അവിടെ ഒന്ന് കയറാമെന്ന് വെച്ചാൽ പാസ്സില്ലാണ്ട് കയറ്റില്ല പറഞ്ഞു. ഈ ട്രിപ്പ് ക്യാൻസൽ. വഴിക്ക് നിറച്ച് ചകിരി മാങ്ങ എടുക്കണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ച് പറക്കാമെന്ന് വെച്ചപ്പോൾ നെയ്യമ്മോള് ചീത്ത പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വിട്ടു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ കുറച്ച് മറ്റേ ആമ്പൽക്കുളമോ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടാണ്. നിങ്ങൾ അവിടുത്തെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് പിന്നെ അവിടുത്തെ ചാലും പിന്നെ എന്തൊക്കെയോ വെറുതെ ഒരു വാട്ടർ പൂള് പോലെ എന്തൊക്കെയോ വെറുതെ കാണാൻ രസത്തിന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ മെല്ലെ അങ്ങോട്ട് കയറുകയായിരുന്നു. 5 മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെന്നപ്പോഴേ കുതിര സവാരിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കണ്ട് മെല്ലെ ഞാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും കയറാണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഈ ഊഞ്ഞാല. അപ്പോൾ അതിലൊന്നും മുതലാക്കണമല്ലോ വെച്ച് കയറിയതാട്ടോ. എന്തിൽ കയറിയാലും 100 രൂപ. ആകെ ഈ പാർക്കിൽ കയറാൻ മാത്രമാട്ടോ 20 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ നൗഷിതാത്തയാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ 2 പിള്ളേർക്കും ടിക്കറ്റ് എടുത്തു. പിന്നെ മുതിർന്നവർ ടിക്കറ്റ് എടുത്തിട്ടില്ലേ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവർ അവിടുത്തെ ഒരു സ്ത്രീ. അപ്പോൾ ഞാൻ ഭയങ്കര ഡിമാൻഡൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ എന്തായാലും നിയമോളിനെയും നമ്മുടെ കൂടെ സിമ്മി ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഒരു കസിനാണ്. അപ്പോൾ അവളിനെയും ആ കുട്ടികളെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്ര ഇതാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ കൂടി സീറ്റില്ല പറയുമ്പോൾ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. അവർ പുറത്തോ എവിടെയൊക്കെ നടന്നു. നമ്മൾ വർക്കിൻ്റെ ഉള്ളിൽ പിള്ളേർക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ഇവർ രണ്ടാളും കൂടെ ഊഞ്ഞാലാടലും എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഈ ജമ്പി എന്നൊരു സംഭവം ഉണ്ടല്ലോ അതിൽ കയറിയത്. നിച്ചു അപ്പം തന്നെ പറഞ്ഞു കേട്ടോ ഞാൻ കയറുന്നില്ല, കാരണം ഇതിൽ കയറി കഴിഞ്ഞാൽ കഴുത്തും കയ്യൊക്കെ ഓടിയെന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവം എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാട്ടോ. 1 മിനിറ്റത്തേക്ക് ഞാൻ ഒന്ന് നീരവിനെ കയറ്റിയതാണ്. പിന്നെ ഡേഞ്ചറാ തോന്നിയപ്പോൾ ഇങ്ങോട്ട് ഇറക്കി. പിന്നെ നീരവും നിച്ചും കൂടിയിട്ട് ഇങ്ങനെ ഒഴുകണ സാധനത്തിലൊക്കെ അങ്ങോട്ട് കയറി കളിക്കാറുണ്ടേ. പിന്നെ ഇവരായിരുന്നു കേട്ടോ വില്ലന്മാർ. കാരണം അവർ കുറച്ച് മുന്നേ എത്തിയോണ്ട് തന്നെ അവിടെ വലിയ സ്ഥാനമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു ഏരിയയും മാറിയിട്ടോ അത്. ഞാനവിടെ ചെറിയ രീതിക്ക് വീഡിയോ ഒക്കെ പിടിക്കാൻ നിന്നു. സൺസെറ്റ് എന്നൊക്കെ പറയണ പോലെ അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഇവരാണെങ്കിൽ കളിയിലൊക്കെ നിന്നു. പിന്നെ വഞ്ചിയിലൊക്കെ പോക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ 100 രൂപ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാറായിട്ട് അതിൻ്റെ ഇടയിൽ അവസാനമായിട്ട് ആ ഊഞ്ഞാലൊന്ന് കയറി. പിന്നെ അവിടെ എന്തോ 3D ആനിമേഷൻ അങ്ങനെ എന്തോ ഇങ്ങനെ കിടന്ന് കുലുങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ കുതിരയുടെ അടുത്ത് 2 ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ അതൊക്കെ കണ്ട് കിസ്മിസിൻ്റെ നടന്നേ. അതൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങാൻ നിന്നപ്പോഴേ ബാക്കിൽ ഇങ്ങനെ 2 സംഭവം കണ്ടത്. ഓരോന്നിൽ 60 വെച്ചിട്ട് ഞങ്ങൾ വലിയ കാര്യമായിട്ട് പൈസ ഒന്നും കൊടുത്തില്ല. 50 രൂപ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ പൈനാപ്പിളും കപ്പലണ്ടിയൊക്കെ മേടിച്ച് തിന്നിട്ട്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.